ബിഗ് ബോസിൽ അനീഷ് എത്ര ദീർഘവീക്ഷണത്തോടു കൂടി കളിക്കുന്ന ഒരാളാണല്ലേ. ഇന്നത്തെ ലൈവിനകത്ത് കണ്ട ഒരു കാഴ്ചയാണ്. വന്ന വൈൽഡ് കാർഡുകൾ 5 പേർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു കാർഡ് ചൂസ് ചെയ്യാം. അതിനകത്ത് ആ കാർഡിലൂടെ നിങ്ങൾക്ക് റാങ്കിങ് വെച്ച് ആ 16 പേരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾ ഒഴികെയുള്ള. അങ്ങനെ 5 പേര് വൈൽഡ് കാർഡുകളെല്ലാം കൂടി പ്ലാൻ ചെയ്ത് അവർക്ക് കിട്ടിയത് സത്യസന്ധത എന്ന് പറയുന്നൊരു കാർഡായിരുന്നു. അങ്ങനെ ഒന്നാമത് അനിമോളെ ഇട്ടു, സെക്കൻഡ് അനീഷ് ഇട്ടു. അങ്ങനെ 16 പേരെ അവർ ചൂസ് ചെയ്തു. അവിടെയുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാവരും ആലോചിച്ചു എന്താണ് ഈ ഒരു ടാസ്ക്. ബിഗ് ബോസ് 3 ഓപ്ഷൻസ് കൊടുത്തു: സ്വാർത്ഥത, സത്യസന്ധത, ജലസി, അതായത് അസൂയ. എല്ലാ കണ്ടസ്റ്റൻസും പറഞ്ഞു എന്തായാലും സത്യസന്ധത എന്ന് പറഞ്ഞൊരു സാധനം അവരങ്ങ് വിട്ടു. ഒന്നെങ്കിൽ അസൂയായിരിക്കും, അല്ലെങ്കിൽ സ്വാർത്ഥതയായിരിക്കും. ഇതിനിടയിൽ കുറേ നേരം ഒരാൾ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ അനീഷ് ഒന്ന് ലാസ്റ്റ് പറഞ്ഞു ഒന്നെങ്കിൽ സത്യസന്ധതയായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ സ്വാർത്ഥതയായിരിക്കും. അതെ, പുള്ളി എന്ന് പറയുന്ന ഗെയിമർക്ക് അറിയാം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പുള്ളി നിൽക്കുന്നത് ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു സ്വാർത്ഥനായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്, ആ ഗെയിം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം അനീഷിൻ്റെ ഓരോ പെരുമാറ്റത്തിലൂടെയും ഓരോ ഡയലോഗുകളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സീസൺ 7 കൊഴിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം എന്തായാലും അനീഷിലുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഗെയിം കളിച്ച് സീസൺ 7 ഒരു മാജിക് ഉണ്ടാക്കാൻ അനീഷിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ സാധിക്കട്ടെ, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും. എന്തായാലും അനീഷ് നല്ലൊരു പ്ലെയറാണ്. വളരെ ബുദ്ധിപൂർവ്വം വളരെ ടാർഗറ്റോടുകൂടി ഗെയിം കളിക്കുന്നൊരു പ്ലെയറാണ്. ഹാറ്റ്സ് ഓഫ് യു അനീഷ്.